ജപ്പാനിൽ നിന്ന് ഒരു പുതിയ വാർത്ത വരികയാണ്. അവർ വിദേശികളെ പുറത്താക്കാൻ ഒരുങ്ങുന്നു. ജപ്പാനിലെ പല രാഷ്ട്രീയ പാർട്ടികളും ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. വിദേശ രാജ്യത്ത് നിന്ന് ജപ്പാനിൽ വന്ന് അവിടെ ജോലി ചെയ്യുന്നവരായ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2 ലക്ഷം ഉണ്ടായിരുന്നത് 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെ ആയി വളരുന്നു. അത് പിന്നീട് ദശലക്ഷക്കണക്കിനായിട്ട് വളരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ജപ്പാന്റെ സംസ്കാരത്തെ തെല്ലും മാനിക്കാത്ത വിധം ഈ വിദേശികൾ പെരുമാറുന്നു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. ജപ്പാൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം വികസിച്ച ഒരു രാജ്യമാണ് എങ്കിൽ പോലും ജനസംഖ്യ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ വൃദ്ധരുടെ എണ്ണം കൂടുതലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രായമേറിയ ജനങ്ങൾ താമസിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. അതായത് 100 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ തന്നെ 10 ലക്ഷത്തിലധികം വരും എന്നാണ് കണക്ക്. ജപ്പാന്റെ ശരാശരി പ്രായം തന്നെ 80 വയസ്സാണ്. അപ്പോൾ പടുവൃദ്ധന്മാരുടെ രാജ്യമായി ജപ്പാൻ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ജോലികൾ ചെയ്യാൻ ധാരാളം ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. പക്ഷേ അവിടുത്തെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 1.15 മാത്രമാണ്. അതായത് ജനസംഖ്യ വളരുന്നില്ല. അപ്പോൾ തൊഴിലാളികളെ ആവശ്യമുണ്ട്. എല്ലാ മേഖലകളിലും ധാരാളം തൊഴിലാളികൾ വേണം. അത് സ്കിൽഡ് ലേബേഴ്സ് ആണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും സാധാരണ തൊഴിലാളികളാണെങ്കിലും എല്ലാവരും വിദേശത്ത് നിന്ന് വേണം വരാൻ. അങ്ങനെ വിദേശത്ത് നിന്ന് ദശലക്ഷക്കണക്കിന് ആൾക്കാർ ജപ്പാനിലെത്തി. പക്ഷേ ഇപ്പോൾ ജപ്പാൻ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർ ജപ്പാന്റെ സംസ്കാരത്തെയോ മര്യാദകളെയോ തീരെ മാനിക്കുന്നില്ല. അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ അഭൂതപൂർവമായ തിരക്കനുഭവപ്പെടുന്നെന്നും ഉച്ചത്തിൽ സംസാരിച്ച് ബഹളം കൂട്ടുന്നവരാണ് വിദേശികളെന്നും ജപ്പാന്റെ സംസ്കാരത്തെ ഒട്ടും മാനിക്കാത്തവരാണ് എന്നും ജീവിക്കാനുള്ള അന്തരീക്ഷം തന്നെ നഷ്ടപ്പെടുകയാണ് എന്നും ഉള്ള ഒരു പരാതി ജപ്പാനിലുള്ളവർക്ക് ഉണ്ട്. ഏതായാലും ഇതിനുള്ള ഒരു പ്രതിവിധി എന്നുള്ള നിലയിൽ വിദേശത്ത് നിന്ന് ജപ്പാനിലേക്ക് വരുന്നവർക്കുള്ള നിയമങ്ങളെ കടുപ്പിക്കാൻ ജപ്പാൻ തയ്യാറാവണം എന്നാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ജപ്പാനിൽ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വിദേശത്ത് നിന്ന് വരുന്നവരെ ജപ്പാനിലേക്ക് കടത്തേണ്ടതില്ല എന്നുള്ള ഈ തീരുമാനം പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുമുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ ഈ വേളയിൽ ദേശീയ വികാരം ഉയർത്തിക്കൊണ്ട് വോട്ട് തട്ടാനുള്ള ഒരു തന്ത്രമായി രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ആവശ്യത്തെ ചിലരെങ്കിലും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന നമ്മളെപ്പോലെയുള്ള രാജ്യങ്ങളിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. ജപ്പാനിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ അഥവാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ എവിടെ തന്നെയാണെങ്കിലും ഇപ്പോൾ വിദേശികളെ പുറന്തള്ളാനുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം വിദേശത്തു നിന്ന് വരുന്നവർ ആ സ്വദേശികളുടെ സംസ്കാരത്തെയും മതത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും സാമാന്യ മര്യാദകളെയും പാലിക്കുന്നില്ല എന്നുള്ള പരാതി എല്ലാ രാജ്യങ്ങളിലും ഉയരുന്നുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണ്. ക്രൈം നിരക്കുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതും പൊതുസ്ഥലങ്ങൾ മലിനമാക്കുന്നു എന്നുള്ള നിലയിലും അവരുടെ ദേശീയ സംസ്കാരത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലയിലും ഈ വ്യത്യസ്തമായിട്ടുള്ള അനുഭവസ്ഥർ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ശരിയുമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഗൗരവപൂർണമായ ഒരു വസ്തുതയുണ്ട്. എല്ലാ കാലത്തും ഇതുപോലെ വിദേശങ്ങളിൽ പോയി സുഖമായി ജീവിക്കാം എന്ന് നാം കരുതേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. അത് ഏത് രാജ്യങ്ങൾ എന്നല്ല, എല്ലാ രാജ്യങ്ങളും. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമായി കഴിയുമ്പോൾ എല്ലാ രാജ്യങ്ങളും വിദേശികളെ പതുക്കെ ഒഴിവാക്കുക തന്നെ ചെയ്യും. അപ്പോൾ സ്വദേശം തന്നെ ആയിരിക്കും നമ്മുടെ ആശ്രയം. നമ്മളെന്താണ് ഇപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി ചെയ്യേണ്ടത്? സ്വന്തം സംസ്ഥാനം, സ്വന്തം രാജ്യം സുഖമായി നമുക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ്. സ്വന്തം രാജ്യത്ത് തൊഴിലെടുക്കാൻ കഴിയാതെ വരുമ്പോൾ, സ്വന്തം രാജ്യത്ത് വ്യവസായമോ ബിസിനസ്സോ ചെയ്യാൻ അനുവദിക്കാതെ വരുമ്പോൾ, സ്വന്തം രാജ്യത്ത് സാമൂഹികമായി അസ്ഥിരത സൃഷ്ടിക്കുമ്പോൾ നമ്മൾ കരുതണം, നമുക്ക് നമ്മുടെ രാജ്യം മാത്രമേ ഉള്ളൂ അവസാനത്തെ ആശ്രയം. വിദേശത്ത് പോയി രക്ഷപ്പെടാം എന്നുള്ളതൊക്കെ ശരിയായിരുന്നു എങ്കിൽ ഇനി മുന്നോട്ടുള്ള കാലത്ത് വിദേശത്ത് പോവാനും അവിടെ പോയി രക്ഷപ്പെടാനും അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുക. ജപ്പാൻ മുതൽ അമേരിക്ക വരെയുള്ള എന്ന് പറഞ്ഞാൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള എല്ലാ രാജ്യങ്ങളും അവരവരുടെ നികുതി നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നു, വാടക വർദ്ധിപ്പിക്കുന്നു, നിയമങ്ങൾ കർശനമാക്കുന്നു, വരുമാനം കുറയുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വിദേശത്ത് പോയിട്ടും കാര്യമായി ഒന്നും നേടാനില്ല എന്ന ഒരു കാലാവസ്ഥ, സാമ്പത്തികാവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ നമുക്കെതിരായി മാറാൻ പോവുകയാണ്.
ലോകം ആ രീതിയിലാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, നമുക്ക് ജീവിക്കാനും നമുക്ക് കച്ചവടവും കൃഷിയും ബിസിനസ്സും വ്യവസായവും എല്ലാം ചെയ്യാനും വിദ്യാഭ്യാസം ചെയ്യാനും അനുയോജ്യമായ ഒരു സ്ഥലമാക്കി സ്വയം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെ അനുവദിക്കാത്ത രാഷ്ട്രീയമുണ്ടെങ്കിൽ, സാമൂഹിക കാലാവസ്ഥയുണ്ടെങ്കിൽ, സംസ്കാരമുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയേ പറ്റൂ. കാരണം നമുക്ക് നമ്മുടെ മാതൃഭൂമിയല്ലാതെ വിശ്വസിച്ച് ജീവിക്കാൻ കഴിയുന്ന, നാളെയെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന മറ്റൊരു പ്രദേശമില്ല എന്ന് മനസ്സിലാക്കണം.